ഹലോ പ്രിയ പ്രേക്ഷകരെ, എല്ലാവർക്കും യൂട്യൂബ് സൊല്യൂഷൻ മലയാളം എന്ന ഈ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളുടെ വിഷയം എന്തെന്ന് വെച്ചാൽ, നമ്മുടെ ചാനലിന്റെ പേര് നിരന്തരമായി നമുക്കിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ നമുക്ക് ഒരാവശ്യം വന്നാൽ മാറ്റാൻ കഴിയുമോ, അല്ലെങ്കിൽ മോണിറ്റൈസേഷൻ ആയ നമ്മുടെ ചാനലിന്റെ പേര് നമുക്ക് മാറ്റാൻ കഴിയുമോ എന്നുള്ളതാണ്. ആദ്യം തന്നെ പറയട്ടെ, ടെക്നിക്കലി നിങ്ങളുടെ പേരുകൾ മാറ്റുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവുമില്ല എന്നുള്ളതാണ്. ഓക്കെ, പക്ഷേ അത് നിങ്ങളുടെ ചാനലിനെ എങ്ങനെ ബാധിക്കുമെന്ന് ചോദിച്ചാൽ, പലപ്പോഴും നിങ്ങളുടെ ചാനലിന്റെ പേര് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്ന്, പ്രേക്ഷകർക്ക് വരുന്ന കൺഫ്യൂഷൻ. ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറയുന്നു, പ്രൊഫൈൽ പിക്ചർ പോലെ തന്നെ പേരിലും മാറ്റം വരുമ്പോൾ പ്രേക്ഷകർക്ക് വരുന്ന കൺഫ്യൂഷൻ. രണ്ടാമത്തെ ഒരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ കീവേഡ്സിലായാലും ഹാഷ്ടാഗിലായാലും അതുപോലെ തന്നെ ക്യാപ്ഷനിലൊക്കെ ആയിട്ട് നിങ്ങളുടെ ചാനലിന്റെ പേരും നിങ്ങളായിട്ട് ബിൽഡപ്പ് ചെയ്തെടുത്ത നിങ്ങളുടെ ചാനലിന്റെ ഒരു പേരൊക്കെ ഉണ്ടാവും. കമ്മ്യൂണിറ്റി പോസ്റ്ററിലായാൽ പോലും ഈവൻ നിങ്ങളുടെ ബിൽഡപ്പ് ചെയ്തെടുത്ത ചാനലിന്റെ ഒരു പേരുണ്ടാവും. അത് സെർച്ചിങ് ബാറിൽ വന്ന് കിടപ്പുള്ള ഒരു സാധനമായിരിക്കും. ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ നിങ്ങളുടെ ചാനൽ കാണാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ്. ഇത് അടിമുടി മാറും എന്നുള്ളതാണ്. പിന്നീട് ഈ ചാനലിന്റെ ഈ പേരുമായിട്ട് സെർച്ചിങ് ബാറിലേക്ക് വരാൻ പലപ്പോഴും വീണ്ടും നിങ്ങൾ കുറച്ചുകൂടെ കഷ്ടപ്പെടേണ്ടി വരും എന്നുള്ളത് മാത്രമാണ് ഇതിന്റെ ഒരു ഫാൾട്ട് എന്ന് പറയുന്നത്. പക്ഷേ ചില സമയത്ത് നമുക്ക് നമ്മുടെ ചാനലിന്റെ പേര് നിർബന്ധമായും മാറ്റപ്പെടേണ്ടി വരും. കാരണം ഒന്ന്, നമ്മൾ ചെയ്യുന്ന വിഷയവുമായി ബന്ധമില്ലാത്തൊരു പേരാണ് എന്ന് തോന്നുമ്പോൾ, വളരെ സാമ്യമുള്ള ഒരു പേരുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് പേര് മാറ്റാം. മാത്രമല്ല, ഞാനിപ്പോ പറഞ്ഞു വെച്ച പോലെ സെർച്ചിങ് ബാറിൽ വന്ന ഒരു ചാനൽ എന്ന് പറയുമ്പോൾ അത്യാവശ്യം വ്യൂസും അത്യാവശ്യത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ള ഒരു ചാനലായിരിക്കും. അപ്പോ തുടക്കക്കാർക്ക് അവരുടെ പേര് മാറ്റുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല എന്നുള്ളതാണ്. പക്ഷെ നിങ്ങളുടെ ഒരു ഗുഡ് വിൽ, നിങ്ങളുടെ ഒരു ബ്രാൻഡ് ഒക്കെ എന്ന് പറയുന്നത്, ഈ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറയുന്ന പോലെ നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചറും നിങ്ങളുടെ ചാനലിന്റെ പേരുമാണ്. അത് നിങ്ങൾ തീരുമാനിക്കുമ്പോൾ ശക്തമായി ഒന്ന് തീരുമാനിച്ച് എന്ത് കണ്ടന്റ് ആണ് ഇടേണ്ടത് എന്നുള്ളത് ഒരേ കാറ്റഗറി തെരഞ്ഞെടുത്ത് ആ കാറ്റഗറിക്ക് അനുസൃതമായിട്ടുള്ള ഒരു പേര് നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് അത് മാറ്റാതിരിക്കലാണ് ഏറ്റവും നല്ലത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ചില സമയത്ത് മാറ്റപ്പെടേണ്ടി വരും. അത് എപ്പോഴാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നു. നിങ്ങൾക്ക് എപ്പോഴാണ് നിങ്ങളുടെ കാറ്റഗറി ഒരുപക്ഷെ നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ, അപ്പോൾ പേരും കൂടെ അതിന്റെ കൂടെ മാറ്റാം എന്നുള്ള ഒരു ഓപ്ഷൻ വരുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാറ്റഗറിക്ക് അനുയോജ്യമായ പേരല്ല എന്ന് തോന്നുമ്പോൾ. ഓക്കെ, ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് വെച്ചാൽ, ഈ മോണിറ്റൈസേഷൻ ആയ ഒരു ചാനലിന്റെ പേര് നമുക്ക് മാറ്റാൻ കഴിയുമോ എന്നുള്ളതാണ്. കാരണം ആഡ്സൻസിലൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് അതിന്റെ രേഖകളും നമ്മുടെ ചാനലിന്റെ പേര്, നമ്മുടെ പേര്, അക്കൗണ്ട് നമ്പർ, അത് ഇതെല്ലാം കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ പെട്ടെന്ന് നമ്മുടെ ചാനലിന്റെ പേര് നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ വീണ്ടും പിന്നെ അവിടെ പോയിട്ട് അതൊക്കെ തിരുത്തേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള പലരുടെയും ഒരു ഒരു സംശയമാണത്. അപ്പൊ അതെങ്ങനെ മാറ്റാൻ കഴിയുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെയും നിങ്ങളുടെ ഈ പറയപ്പെടുന്ന കാര്യങ്ങൾ ഡിമാൻഡ് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾക്ക് പേര് ചേഞ്ച് ചെയ്യാം, യാതൊരു കുഴപ്പവുമില്ല. ഈ പറയപ്പെടുന്ന കാര്യങ്ങൾ ഡിമാൻഡ് ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മാറ്റിയാൽ മതി എന്നുള്ളത് കൊണ്ട് പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ മോണിറ്റൈസേഷൻ ആയ ചാനലിന്റെ പേര് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. ചേഞ്ച് ചെയ്താൽ പിന്നീട് നിങ്ങൾ വീണ്ടും ആഡ്സൻസിൽ പോയി അവിടെ കറപ്ഷൻ ചെയ്യാനോ അല്ലെങ്കിൽ അവിടെ പോയി ഒന്നും തിരുത്തേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ചാനലിന്റെ പേരും ചാനലിന്റെ സ്വഭാവവും ആഡ്സൻസും ഒക്കെ രണ്ടും രണ്ട് തരമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതും ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തത് കൊണ്ട് അത് ഇതിനെ ബാധിക്കുന്നില്ല. നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം എന്ന് തന്നെയാണ്. അപ്പൊ ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ മാക്സിമം ചേഞ്ച് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം പേരിങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ഓൾറെഡി വീണ്ടും ആ ഒരു ട്രാഫിക് അല്ലെങ്കിൽ ആ ഒരു സെർച്ചിങ് ബാറിൽ വരാൻ വേണ്ടി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ട കഷ്ടപ്പാട് കുറച്ചും കൂടെ ഉണ്ടാകും എന്നുള്ളത് മാത്രമാണ്. പക്ഷെ അനിവാര്യമെങ്കിൽ, കാറ്റഗറി ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ, അനിവാര്യമാണെങ്കിൽ നിങ്ങൾക്ക് മാറ്റുകയും ചെയ്യാം. ആദ്യകാലങ്ങളിലൊക്കെ, യൂട്യൂബിന്റെ തുടക്ക കാലങ്ങളിലൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ പേര് ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷത്തിൽ ഒരു 3 പ്രാവശ്യം മാത്രമേ ചേഞ്ച് ചെയ്യാൻ പാടുണ്ടായിരുന്നുള്ളൂ. പിന്നീട് അതിന്റെ റൂൾസുകളൊക്കെ മാറി. ഇപ്പോ 14 ദിവസത്തിനുള്ളിൽ 2 പ്രാവശ്യമൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നീട് ഓരോ ചേഞ്ച് ചെയ്യലിന്റെയും ഇടവേളകളിൽ 14 ദിവസം വേണം എന്നുള്ള ഒരു റൂൾസ് മാത്രമേ ഇപ്പോൾ നിലവിലുള്ളൂ എന്നുള്ളതാണ്. ഒരു പക്ഷെ നിങ്ങളുടെ ചാനലിന്റെ പ്രൊഫൈൽ പിക്ചർ മാറ്റുന്നതിനേക്കാൾ കുറച്ചുകൂടെ നിങ്ങളെ എഫക്റ്റ് ചെയ്യും നിങ്ങളുടെ പേരുകൾ ചേഞ്ച് ചെയ്യുമ്പോൾ എന്നുള്ളത്. അത് ഞാൻ പറഞ്ഞ പോലെ ബാറിന്റെ ഒക്കെ പ്രോബ്ലം കൊണ്ടാണ്. അപ്പോൾ പേരായാലും പ്രൊഫൈൽ പിക്ചർ ആയാലും എപ്പോഴും ഒന്ന് തെരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പിന്നീട് മാറ്റാതിരിക്കുക. കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു പുതിയ കാറ്റഗറി തുടങ്ങണം എന്നുണ്ടെങ്കിൽ പുതിയ ഒരു ചാനൽ തുടങ്ങുന്നതായിരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും നല്ലത് എന്നുള്ളത് വീണ്ടും മനസ്സിലാക്കുക. ഇനി അഥവാ നിങ്ങൾക്ക് തുടങ്ങണം എന്നുണ്ടെങ്കിൽ, മോണിറ്റൈസേഷൻ ആയ ചാനലാണ്, ഈ ഒരു കണ്ടന്റ് പോവില്ല എന്നുള്ള ഒരു അവസരം വരുമ്പോൾ മാത്രം കാറ്റഗറി
ചേഞ്ച് ചെയ്ത് അതിനോടൊപ്പം തന്നെ പ്രൊഫൈൽ പിക്ചറും പേരൊക്കെ ചേഞ്ച് ചെയ്ത് ചെയ്യാം. കുറച്ച് കഷ്ടപ്പെടേണ്ടി വരുമെന്ന് മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, മറ്റൊരു കാര്യം പറയാനുള്ളത്, അടുത്ത മാസം ഒക്ടോബർ 1 മുതൽ നമ്മുടെ ഒരു 2 വാട്സപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ആവുകയാണ്. പെയ്ഡ് വാട്സപ്പ് ഗ്രൂപ്പാണ്. ഒന്ന് എന്ന് പറയുന്നത് ഒരു മാസത്തെ ഒരു കോഴ്സാണ്. അതായത് യൂട്യൂബിനെ കുറിച്ച് A to Z നിങ്ങളെ പഠിപ്പിക്കുക എന്നുള്ള കാര്യമാണ്. എങ്ങനെ നിങ്ങൾക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാം, ശരിയായ രീതിയിൽ എങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാം, തമ്പനെയിൽ എങ്ങനെ ഉണ്ടാക്കാം, ചാനലുകൾ എങ്ങനെയാണ് YT സ്റ്റുഡിയോ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ യൂട്യൂബ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ എന്തൊക്കെയാണ് പുതിയ അപ്ഡേറ്റുകൾ, എന്തൊക്കെയാണ് പഴയ അപ്ഡേറ്റുകൾ, എന്തൊക്കെയാണ് ഉണ്ടെന്ന് പറഞ്ഞു ഉണ്ടാക്കി പറയുന്ന അപ്ഡേറ്റുകൾ ഏതൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള യൂട്യൂബിനെ കുറിച്ചുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ്, ട്യൂട്ടോറിയൽ ക്ലാസ് ആണ്. അല്ലാതെ ഒരിക്കലും നിങ്ങളുടെ വാട്സപ്പിൽ ഒരിക്കലും നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നാൽ കൂട്ടിത്തരാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക് കൊടുത്തിടാനോ ഉള്ള ഒരു ഗ്രൂപ്പേ അല്ല. സോ താല്പര്യമുള്ളവർക്ക് ഈ ഒരു നമ്മുടെ നമ്പറിൽ ബന്ധപ്പെടാം. അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു വർഷത്തെ നിങ്ങളുടെ എല്ലാ യൂട്യൂബ് പരമായിട്ടുള്ള എല്ലാ ഡൗട്ട്സുകളും ക്ലിയർ ചെയ്യാനുള്ള ഒരു വർഷത്തെ ഒരു ഡൗട്ട് ക്ലിയറിംഗ് വാട്സപ്പ് ഗ്രൂപ്പാണ്. അപ്പൊ താല്പര്യമുള്ളവർ ബന്ധപ്പെടാം. രണ്ടും ചെറിയ ഫീ മാത്രമേ ഞങ്ങൾ ഈടാക്കുന്നതുള്ളൂ. ആവശ്യമുള്ളവർ ഈ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കും ആഡ് ആവാം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഉപകാരം എന്ന് തോന്നുന്ന മറ്റൊരു വീഡിയോസുമായി ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ.